ഓസ്ട്രേലിയയിൽ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ച അതീവ സുരക്ഷയുള്ള ഹോട്ടലിൽ ഒരു കുടിയേറ്റക്കാരൻ കയറി ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. അതായത് നരേന്ദ്രമോദി ഓസ്ട്രേലിയയിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഓസ്ട്രേലിയയിൽ കാലുകുത്തിയാൽ നരേന്ദ്രമോദിയെ വധിക്കുമെന്നൊക്കെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ മോദിക്ക് നേരെ 2 തവണയാണ് ഓസ്ട്രേലിയയിൽ പ്രതിഷേധമുണ്ടായത്. ഒന്ന്, മോദി ഹോട്ടലിലെ ലോബിയിൽ നടന്നു വരുന്ന സമയത്താണ് ഈ കുടിയേറ്റക്കാരൻ സുരക്ഷാ വലയം ഭേദിച്ച് അകത്ത് കടന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയത്. അതിനുശേഷം മോദി ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യൻ പൗരന്മാരുമായിട്ട് ഒരു ആശയവിനിമയം നടത്താൻ പോകുന്ന സമയത്തും ഇയാൾ അവിടെ എത്തി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തി. അത് ഇന്നലെ മുതൽ തന്നെ വാർത്തകളിലടക്കം വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. നിലവിൽ ഇന്ന് അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്നത്, ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ റോ ഒരു നിർണായകമായ ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. അതായത് ഇന്ത്യയുടെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനലൈസിസ് വിങ് ഇയാളുടെ മുഴുവൻ ഡീറ്റെയിലുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഓസ്ട്രേലിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ എന്നാണ് പറയുന്നത്. ഇത് കരുതിക്കൂട്ടി നരേന്ദ്രമോദിയെ ആക്രമിക്കാനാണോ ഇയാൾ മോദിയുടെ അതീവ സുരക്ഷയുള്ള ഓസ്ട്രേലിയയിൽ മോദി താമസിക്കുന്ന ഹോട്ടലിൽ ഒരുക്കിയിരുന്ന സുരക്ഷാ വലയമെല്ലാം ഭേദിച്ച് ഇയാൾ മോദിയുടെ അടുത്ത് വരെ എത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വ്യക്തമായ ഒരു അന്വേഷണം നടത്താനാണ് റോ ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത്. നരേന്ദ്രമോദി താമസിച്ചിരുന്ന മെൽബണിൽ അതിക്രമിച്ചു കയറിയാണ് യുവാവ് ഒരു പരാക്രമണം തന്നെ നടത്തിയത്. തീവ്ര വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധനും ഇൻഫ്ലുവൻസറുമായ ഹ്യൂഗോ ലെനനാണ് ഹോട്ടലിൽ കടന്നു കയറി ഒരു പ്രതിഷേധം നടത്തിയത്. മെൽബണിലെ മാർവൽ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ പരിപാടി തടസ്സപ്പെടുത്താനും യുവാവ് ശ്രമിച്ചു. ഇത് അക്ഷരാർത്ഥത്തിൽ ഓസ്ട്രേലിയൻ സർക്കാരിന് ഒരു നാണക്കേടാണ്. കാരണം നരേന്ദ്രമോദി ഓസ്ട്രേലിയയിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഇങ്ങനൊരു ഭീഷണി സന്ദേശം എത്തിയതാണ്. പക്ഷേ അത് കൃത്യമായി അന്വേഷണം നടത്തി ഈ പ്രതിയെ പിടിച്ച് കരുതൽ തടങ്കലിൽ വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു ഗുരുതരമായ വീഴ്ചയാണ്. അത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കും അവരുടെ സർക്കാരിന് തന്നെ ഇത് വലിയൊരു നാണക്കേട് തന്നെ ലോകത്തിന് മുന്നിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇയാളെ പിടിച്ചു മാറ്റി. കൂടാതെ നരേന്ദ്രമോദിയോടൊപ്പം SPG ഉദ്യോഗസ്ഥരും കൂടെ ഉണ്ടായിരുന്നു. അവർ ആണ് ആദ്യം ഇടപെട്ട് ഈ പ്രതിയെ പിടിച്ചു മാറ്റിയത്. പ്രധാനമന്ത്രി ലോബിയിൽ നിന്നും നടന്നു നീങ്ങിയ ഉടനെയാണ് ഹ്യൂഗോ ലെനോൺ എന്നയാൾ ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാർ വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുന്ന രീതിയിലേക്ക് മോദിയുടെ അടുത്തേക്ക് പാഞ്ഞെത്താൻ ഒരു ശ്രമം നടത്തിയത്. ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയക്കാർ മാത്രം മതി, ഓസ്ട്രേലിയ അവർക്കുള്ളതാണ്, അതായത് ഓസ്ട്രേലിയക്കാർക്ക് മാത്രമുള്ളതാണെന്നാണ് ഇയാൾ ബഹളം വെച്ചത്. തീവ്ര വലതുപക്ഷ കൂട്ടായ്മയിലെ അംഗമാണ് ഇയാൾ എന്നാണ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതീവ സുരക്ഷയുള്ള ഹോട്ടലിൽ എങ്ങനെ ഇയാൾ കയറാനായി എന്ന് റോയും അതോടൊപ്പം തന്നെ IBയും അടക്കമുള്ള ഏജൻസികൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. സമ്പന്നറിയിൽ എസ്റ്റേറ്റ് കുടുംബാംഗവും തീവ്ര വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധനുമാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം രാജ്യവ്യാപകമായി നടന്ന കുടിയേറ്റ വിരുദ്ധ മാർച്ച് ഫോർ ഓസ്ട്രേലിയ റാലികളുടെ പ്രധാന സംഘടനകളിൽ ഒരാളാണ് ഈ ലെനൻ എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധത്തിന് ഇയാൾ നേതൃത്വം നൽകിയിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വെളുത്ത വർഗ ദേശീയവാദിയെ പിന്തുണയ്ക്കുന്നതുമായ സംഘടനകളുമായി അതോടൊപ്പം തന്നെ പ്രചാരണങ്ങളുമായും ഇയാൾക്ക് ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. പ്രതിഷേധ ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പ്രധാനമന്ത്രി മോദിയുടെ ഔദ്യോഗിക പരിപാടി ഒരു തടസ്സവുമില്ലാതെ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ദ്വിദിന സന്ദർശനത്തിനായി ബുധനാഴ്ചയാണ് മോദി ഓസ്ട്രേലിയയിലെത്തിയത്. പ്രതിപക്ഷ നേതാവ് ുമായും പ്രധാനമന്ത്രി മോദി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തതായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പിന്നീട് മോദി ഇന്ത്യൻ സമൂഹത്തോട് സംസാരിച്ച് മൽവർ സ്റ്റേഡിയത്തിന് മുന്നിലും ഇതേ സംഘമെത്തി ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്ത്യക്കാരുടെ കുടിയേറ്റം വേണ്ട എന്നാണ് ഈ ഗ്രൂപ്പ് നിരന്തരം വാദിക്കുന്നത്. മോദിക്കൊപ്പം പ്രവാസികളുടെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഇന്ത്യക്കാർ നൽകുന്ന സംഭാവനയെ പുകഴ്ത്തുന്ന രീതിയിലാണ് പ്രസംഗിച്ചത്. ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്നലെ ന്യൂസിലാൻഡിലെത്തിയ മോദി ഇന്ന് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ന്യൂസിലാൻഡ് വ്യാപാര കരാർ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ 2 നേതാക്കളും തയ്യാറായിട്ടുണ്ട്. കൂടാതെ പരസ്പര വ്യാപാരവുമായി ബന്ധപ്പെട്ട് 3500 കോടി രൂപയുടെ അടക്കം ഉയർന്ന ഒരു വ്യാപാര കരാറിലാണ് ഇവർ രണ്ടുപേരും ഒപ്പുവെക്കാൻ ധാരണയായത്.